Hi all, welcome back to our channel Archu's Taste and Passion. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നല്ല ഫ്ലെയർ ആയിട്ടുള്ള സ്കേർട്ട് അധികം മെഷർമെന്റ്സ് ഒന്നും ഇല്ലാതെ വളരെ ചെറുതായിട്ട് സ്റ്റിച്ചിങ് അറിയാവുന്ന ആൾക്കാർക്കും നല്ല ഭംഗിയിൽ നല്ല ഫ്ലെയർ ആയിട്ടുള്ള ഒരു സ്കേർട്ട് വളരെ കുറച്ച് സമയം കൊണ്ട് എങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈസി സ്കേർട്ട് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് എന്ന് നോക്കാം അല്ലേ. അപ്പോൾ ഇതുപോലെ ഒരു റെക്ടാങ്കിൾ പീസാണ് നമുക്ക് വേണ്ടത്. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഡ്രസ്സ് കട്ട് ചെയ്തതിൻ്റെ ബാക്കി വന്നിട്ടുള്ള മെറ്റീരിയലാണ്. നല്ലൊരു മെറ്റീരിയലായിട്ട് തോന്നി, അപ്പോൾ അതുകൊണ്ട് കളയാൻ തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ബാക്കിയുള്ള പീസ് വെച്ച് ഞാനൊരു സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാം അതിൻ്റെ വീഡിയോ കൂടെ അപ്പോൾ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇത്. ഓക്കെ, അപ്പോൾ ഇതാണിത്. ഇതിൻ്റെ നമ്മൾക്ക് മെഷർമെൻറ്റ് വേണ്ടത് നമ്മൾ ആർക്കാണോ തയ്ക്കുന്നത് അവരുടെ ലെങ്ത്ത് മാത്രമാണ് നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു മെഷർമെൻ്റ് ആയിട്ട് വേണ്ടത്. വിഡ്ത്ത് വൈസിൽ നമ്മൾക്ക് അത്രയധികം എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, വേസ്റ്റ് അധികം എടുക്കേണ്ട ആവശ്യമില്ല. വേസ്റ്റ് കുറച്ച് നന്നായി കൂടുതലിരുന്നാൽ അത്രയും നല്ലതാണ്. പിന്നെ അറ്റ്ലീസ്റ്റ് ഒരു 3 ഇഞ്ചെങ്കിലും നമ്മളുടെ നോർമൽ വേസ്റ്റിനേക്കാളും കൂടുതലുണ്ടാവണം, എന്നാലാണ് ഫ്ലെയർ ഉണ്ടായിരിക്കുള്ളൂ. ഒന്നുകൂടെ നന്നായിട്ട് തുണി ഇരുന്നാലാണ് നമ്മൾക്ക് കൂടുതൽ ഫ്ലെയർ ഉണ്ടായിരിക്കുക. കണ്ടോ, ഇപ്പോൾ ഇതാണ് നമ്മളുടെ ഈ ക്ലോത്ത്. നന്നായിട്ട് നല്ല ലെങ്ത്തിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുപോലെ വേസ്റ്റിൻ്റെ ലെങ്ത്ത് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ലെങ്ത്ത് നോർമലാണ്. ഇതിപ്പോൾ ഞാനൊരു 6 മന്ത്സ് അല്ല, ഒരു 3 മന്ത്സ് 4 മന്ത്സ് ഉള്ള കുട്ടിക്കുള്ള ഒരു സ്കേർട്ടാണ് കേട്ടോ ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതേ സെയിം മെത്തേഡിൽ തന്നെ ഞാൻ വലിയവർക്കും എനിക്ക് വേണ്ടിയിട്ടും ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. വളരെ ഈസിയാണ്. നമുക്ക് വീട്ടിലൊക്കെ ഇടാനൊക്കെ ആയിട്ടായാലും പുറത്തേക്ക് ഇടാനായിട്ടായാലും നല്ല സ്കേർട്ടായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ താഴ്ഭാഗം വരുന്ന ഇതുണ്ടല്ലോ, അവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇൻ്റർലോക്കാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇൻ്റർലോക്ക് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നോർമൽ പോലെ നമ്മൾ മടക്കി അടിച്ചു കൊടുത്താൽ മതി. ഓക്കെ, ജസ്റ്റ് നമ്മൾ സാധാരണ പോലെ ചെയ്യില്ലോ, ഒരു മടക്ക് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് മടക്കിയതിന് ശേഷം മെഷീനിൽ വെച്ചിട്ട് അടിച്ചു കൊടുക്കുന്നത് അതുപോലെ അടിച്ചു കൊടുക്കാം കേട്ടോ. താഴെ ഭാഗം അടിച്ചു കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ 2 സൈഡുകളും ഇതുപോലെ 2 സൈഡ് ഓപ്പൺ ആയിട്ട് കിടക്കുന്നുണ്ടായിരിക്കുമല്ലോ, ആ 2 സൈഡുകളും നമ്മളിങ്ങനെ അടിച്ചു കൊടുക്കുക. കണ്ടോ, അടിച്ചു കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിലായിട്ട് കിട്ടും. ഓക്കെ, കണ്ടോ, ഇപ്പോൾ ഇതുപോലെ റൗണ്ട് ഷേപ്പിലായിട്ട് കിട്ടി. അതിനുശേഷം നമ്മൾ മുകളിൽ വരുന്ന ഭാഗം, വേസ്റ്റ് വരുന്ന ഭാഗം നമ്മൾ എടുത്തിരിക്കുന്ന എലാസ്റ്റിക്കിൻ്റെ ഒരളവ് വെച്ചിട്ട് നമ്മൾ ആ എലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് ഒരു ഹോള് പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിന് ഒരു മടക്ക് മടക്കി രണ്ടാമത് ഒരു മടക്കും കൂടെ മടക്കിയിട്ട് ഈ അറ്റത്ത് കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതൊന്ന് മെഷീനിൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുകയാണ്, നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്യുന്നത് വെച്ചാൽ അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ തുടങ്ങിയെടുത്തതിനേക്കാളും ഒരു 1/2 ഇഞ്ച് മുന്നായിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. ഇങ്ങനെ ഒരു ഹോള് നമ്മൾ ഇട്ട് കൊടുക്കണം. എന്തിനാണ് ഇങ്ങനെ ഹോൾ ഇടുന്നതെന്ന് വെച്ചാൽ നമുക്ക് അതിലോട്ട് എലാസ്റ്റിക് കയറ്റി കൊടുക്കണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തു കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ തുടങ്ങിയതിനേക്കാളും ഒരു 1/2 ഇഞ്ച് മുന്നിലായിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അറ്റത്ത് കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമുക്ക് ഇലാസ്റ്റിക് ഇടാനുള്ളതാണ്, അത് മറക്കരുത്. അപ്പോൾ ഈ ഓപ്പൺ ആയിട്ട് നിൽക്കുന്ന ആ ഭാഗത്തോടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇതാ കണ്ടോ, ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുന്നു. കണ്ടോ, ഇവിടെ ഒരു ഗ്യാപ്പ് പോലെ കാണുന്നത് കണ്ടോ. അപ്പോൾ ഇതാണ് പറഞ്ഞത് നമ്മൾ ഹോള് ഇട്ട് കൊടുക്കണമെന്ന്. അപ്പോൾ അതിന് ഇനി നമുക്ക് ഇലാസ്റ്റിക് ഇടാം. ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു തിൻ ടൈപ്പ് ഇലാസ്റ്റിക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ 3 മാസം 4 മാസമുള്ള കുട്ടിക്കാണ് ഇത് ചെയ്യുന്നതെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ 3-4 മാസമുള്ള കുട്ടികൾക്ക് ഒരുപാട് വലിയ ഇലാസ്റ്റിക് ഇടാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ഓഫ് ഇലാസ്റ്റിക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ കുഞ്ഞു കുട്ടിക്കായതുകൊണ്ട് തന്നെ ഈ ഒരു ചെറിയ ടൈപ്പ് ഓഫ് ഇലാസ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇലാസ്റ്റിക് നമ്മൾ മെഷർമെൻറ്റ് എടുക്കുകയാണെങ്കിൽ നമ്മളുടെ വേസ്റ്റിൻ്റെ മെഷർമെൻറ്റ് എടുത്തിട്ട് അതിൽ നിന്ന് 1/2 ഇഞ്ച് മിനിമം അല്ലെങ്കിൽ 1 ഇഞ്ച് കുറവാണ് എടുക്കേണ്ടത്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വലിച്ചു പിടിച്ചിട്ട്, നിങ്ങൾക്ക് ടേപ്പൊന്നും ഇല്ല മെഷർമെൻറ്റ് എടുക്കാനെന്നുണ്ടെങ്കിൽ വലിച്ചു പിടിച്ച് നമ്മളുടെ വേസ്റ്റിലൊന്ന് ജസ്റ്റ് റൗണ്ട് ചെയ്ത് കൊടുത്താൽ മതി. ലൂസാക്കി ചെയ്യരുത്, ഒരുപാട് വലിക്കുകയും ചെയ്യരുത്. കുറച്ചൊന്ന് വലിച്ചു പിടിച്ച് ഒന്ന് റൗണ്ടായിട്ടൊന്ന് മെഷർമെൻറ്റ് എടുത്താൽ മതി കേട്ടോ. ടേപ്പ് ഉള്ളവരാണെങ്കിൽ വേസ്റ്റ് മെഷർ ചെയ്തിട്ട് അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ച് എടുക്കാം. അതിനുശേഷം നമ്മൾ സാധാരണ പോലെ പിന്ന് ഇട്ടിട്ട് ഹോളിലൂടെ ഒരു സൈഡിലൂടെ നമ്മൾ സാധാരണ ചെയ്യുമല്ലോ ഇലാസ്റ്റിക് ത്രെഡൊക്കെ നമ്മൾ ഹോളിലൂടെ ഇടുന്നത്, അതുപോലെ നമ്മൾ ഈ സൈഡിലൂടെ കയറ്റി അപ്പുറത്തെ സൈഡിലൂടെ നമ്മൾ തിരിച്ചെടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളുടെ ഇലാസ്റ്റിക് ചെറുതാണ്, ഈ വേസ്റ്റ് പോർഷൻ നല്ല വലുതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കയ്യിൽ നന്നായിട്ട് ഈ ഇലാസ്റ്റിക് ഒന്ന് ടൈറ്റാക്കി പിടിക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലോട്ട് പോകാനുള്ള ചാൻസസ് ഉണ്ട്. പോയിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ചെയ്യുന്ന പണി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഇലാസ്റ്റിക് കറക്റ്റായിട്ട് കയ്യിലൊന്ന് ചുറ്റിയിട്ടോ എങ്ങനെയെങ്കിലും നന്നായിട്ട് ടൈറ്റായിട്ട് പിടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമുക്കിത് അപ്പുറത്തോടെ എടുത്തിട്ട് നോക്കാം.
ഇതാ ഇതുപോലെ അപ്പുറത്തെ സൈഡിലൂടെ ഇതാ പിന്ന് വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ വലിച്ചെടുക്കുക. വലിച്ചെടുത്തതിന് ശേഷം പിന്നെ അറിയാലോ പിന്ന് മാറ്റി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് വലിച്ചു കൊടുത്താൽ മതി. അപ്പുറത്തെ ഭാഗത്തിൻ്റെ എലാസ്റ്റിക് പോവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. അപ്പുറത്തുനിന്ന് പോകരുത് ഒരിക്കലും. അപ്പോൾ ഇതാ പിന്നെ അഴിച്ചു മാറ്റാം. ഞാനിപ്പോൾ ഈ ഒരു ടൈപ്പ് തിന്ന എലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ ഞാനിത് ടൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് 2 എലാസ്റ്റിക്കുകളും കൂട്ടിയിട്ട് ടൈ ചെയ്ത് കൊടുക്കുകയാണ്. സൈഡൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഈ നമ്മൾ ലാസ്റ്റ് എടുത്ത ഭാഗത്തുനിന്ന് വലിച്ചു കൊടുക്കുകയാണ് നല്ലത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ ടൈ ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ മറ്റ് ടൈപ്പ് ഓഫ് എലാസ്റ്റിക് ഒക്കെ ആണെങ്കിൽ ഇതുപോലെ രണ്ടും കൂടി വെച്ചതിന് ശേഷം ഇങ്ങനെ ഇത് ഈ മുകളിൽ നിന്ന് അടിയിലേക്ക് ഇങ്ങനെ കുറച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു തിൻ ടൈപ്പ് ഓഫ് എലാസ്റ്റിക് ആയതുകൊണ്ട് ജസ്റ്റ് കെട്ടിയിടുന്നേ ഉള്ളൂ. നന്നായിട്ട് കെട്ടി ഓക്കെ ആയിക്കോളും. പക്ഷേ കുറച്ചും കൂടി തിക്കുള്ള എലാസ്റ്റിക് അങ്ങനെ നിൽക്കില്ല. മെഷീനിൽ നമ്മൾ അടിച്ചു കൊടുക്കുക തന്നെ വേണം. ഓക്കെ, കണ്ടോ ഇതിപ്പോൾ നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലോട്ട് എക്സ്ട്രാ ഉള്ള എലാസ്റ്റിക് നമുക്ക് കട്ട് ചെയ്ത് കളയാൻ വേണമെങ്കിൽ ഓക്കെ, അതിന് ശേഷം നമ്മൾ ഇത് ഉള്ളിലോട്ട് വെച്ചിട്ട് നമ്മൾ ആ ഹോളുണ്ടല്ലോ കറക്റ്റായിട്ട് ഇലാസ്റ്റിക് നന്നായി ഒന്ന് കയറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ ഹോള് സ്റ്റിച്ച് ചെയ്ത് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇത് ഒന്നുമില്ല, ജസ്റ്റ് ഇവിടെ വെച്ചിട്ട് ഈ ഒരു ഭാഗം മാത്രം താഴെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ജസ്റ്റ് നമ്മൾ ചെയ്ത ആ മെഷർമെൻറ്റ് ഞാനൊന്ന് പേപ്പറിൽ ഞാൻ കാണിച്ചു തരാം. ചിലപ്പോൾ വലിയ ക്ലോത്ത് ആയ കാരണം മനസ്സിലായിട്ടുണ്ടാവില്ല. ഇങ്ങനെയാണ് നമ്മുടെ ലെങ്ത്ത് ഇരിക്കുന്നത്. നമ്മളുടെ എത്രയാണോ ലെങ്ത്ത്, ഇത് നമ്മളുടെ വിഡ്ത്ത് നമ്മൾ മിനിമം വേസ്റ്റിനേക്കാളും 3 ഇഞ്ച് കൂടുതൽ വേണം. അതിനേക്കാളും കൂടുതൽ ഉണ്ടായാൽ അത്രയും ഭംഗിയിലുള്ള ഫ്ലെയർ ആയിട്ട് നമുക്ക് കിടക്കും. ഓക്കെ, ഇപ്പോൾ മനസ്സിലായോ? ഇതുപോലത്തെ ഒരു റെക്ടാങ്കിൾ പീസിലാണ് നമ്മുടെ ക്ലോത്ത് ഇരിക്കുന്നത്. വേറെ കട്ടിങ്സ് ഒന്നുമില്ല. അതിനുശേഷം നമ്മൾ താഴത്തെ ഭാഗം ഇതുപോലെ ഒരു മടക്കും ഒന്നുകൂടെ ഒന്ന് മടക്കി കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഞാൻ കാണിച്ച പോലെ ഓവർലോക്കോ ഇൻ്റർലോക്കോ ചെയ്യാം. അതിനുശേഷം ഈ ഇതുപോലെ മടക്കിയിട്ട് 2 എൻഡുകളുമായിട്ടും ഇവിടെ ഒന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിലാണ് കിട്ടുക. താഴെ സൈഡ് സ്റ്റിച്ച് ചെയ്തു, താഴെയും സ്റ്റിച്ച് ചെയ്തിട്ട് ഇതുപോലെ ഇരിക്കും. അതിനുശേഷം നമ്മളുടെ ഇലാസ്റ്റിക്കിൻ്റെ മെഷർമെൻ്റ് അനുസരിച്ച് നമ്മൾ ഇതുപോലെ മടക്കി വെച്ചിട്ട് ഈ എൻഡിലൂടെ നമ്മൾ ഫുൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇതുപോലെ നമ്മൾ ഫുൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്യും. ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടുകൊണ്ട് സ്റ്റിച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും സ്റ്റിച്ചിങ് മനസ്സിലായല്ലോ. അപ്പോൾ നമ്മളുടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കേർട്ട് എങ്ങനെയുണ്ട് എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ സ്കേർട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. നല്ല ഫ്ലെയറായിട്ട് നല്ല ഭംഗിയായിട്ട് ഇരിക്കും. അപ്പോൾ നിങ്ങൾ വലിയവർക്കും ചെറിയവർക്കും ഒക്കെ ഈ മെത്തേഡ് ചെയ്യാം. വളരെ പെട്ടെന്ന് 1 മിനിറ്റിൽ കഴിയുന്നതാണ്. ഇത് ഒട്ടും സ്റ്റിച്ചിങ് അറിയാത്തവർക്കും വളരെ ഈസി ആയിട്ട് നല്ല ഭംഗിയുള്ള സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഒരു ഐഡിയ ആണിത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ ബൈ. താങ്ക് യു ഓൾ.